അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. ഇതെന്താ റബ്ബർ കഷ്ണം വെന്തിട്ടില്ല. ഒന്നും കൂടി 2-3 അടിയും കൂടി അടിക്കാം. ഓക്കെ, എന്ത് പിടിക്കാൻ പോകും? പൊട്ടി. ഹലോ ഗൈസ്, ദേ ഞാനിന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ പോട്ടി ഉണ്ടല്ലോ, പോട്ടി. ദേ ഈ പോട്ടി വെച്ചിട്ട് നല്ലൊരു കറുപ്പിച്ച് നല്ല റോസ്റ്റ് ടൈപ്പിലൊരു സാധനം അടിക്കാൻ വേണ്ടി പോവും. അപ്പം ഞാനും ചേച്ചായും കൂടെ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാൻ ഇരുന്നാണ്. അവൾക്ക് തലയിറക്കമായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയി പോട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വലിയ സെറ്റപ്പിലൊക്കെ നിന്നേ ഉണ്ടാക്കാമെന്നുള്ള. പക്ഷേ ആള് തലയിറങ്ങിയിട്ട് അവിടെ മാറി കിടക്കുവാണ്. അപ്പം അവൾക്ക് ഭയങ്കര കൊതിയെന്ന് പറഞ്ഞു ഈ പോട്ടി കഴിക്കാൻ വേണ്ടി. അപ്പം അവളവിടെ കിടക്കട്ടെ, ഞാൻ ഓർത്തെന്നെങ്കിൽ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ നിർത്തു. ഇല്ലെങ്കിൽ അവളെടുത്ത് തന്നേനെ, ഞാൻ സാധനം ഉണ്ടാക്കിയേനെ. ഇപ്പോൾ ഇത് ഒറ്റക്കൈക്ക് പിടിച്ച് ഫോണും പിടിച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടാക്കാമെന്നുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഫ്രഷ് ഇതേ കറിവേപ്പില മരത്തിൽ നിന്ന് കറിവേപ്പിലയൊക്കെ പറിച്ച് പോട്ടിയൊക്കെ സെറ്റാക്കി ഇവിടെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഒരാൾ കിടന്ന് ഉറങ്ങുന്ന കാണിച്ചു തരാമോ? കണ്ടോ, ഒരാൾ തീരെ വയ്യാണ്ട് കിടന്നുറങ്ങും. അപ്പം ഞാൻ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് നിർത്തി. ഇനി വെറുതെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചോ നിർത്തുന്നത് എന്തിനാണ്? ഉറങ്ങിക്കോട്ടെ, അവിടെ പോയി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ട. നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വയ്യായികയൊക്കെ വന്നു കഴിഞ്ഞാലും ചെയ്തു തരുന്നില്ല. അപ്പം അവരുടെ സാഹചര്യം പ്രഗ്നൻ്റ് ആയിട്ടിരുന്നിട്ട് ഭയങ്കര തലയിറക്കവും ക്ഷീണമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് ഞാൻ പിന്നെ പോയി മേടിച്ചോളാം. അങ്ങനെ എൻ്റെ കൂടെ വന്ന് ഇതൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മേടിച്ച് നല്ല ഇൻട്രസ്റ്റിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പറയാം എനിക്ക് വയ്യടാ, നമുക്ക് പിന്നെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നീ കിടന്നോളാൻ പറഞ്ഞു. അവൾ കിടന്നോട്ടെ. അപ്പം ഞാൻ തനിയെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവരുടെ ഈ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും ഛർദ്ദിക്കുന്ന ടെൻഡൻസിയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് ഓർത്തു. വീഡിയോ ഇനി വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോട്ടി ഉണ്ടാക്കാം. പോട്ടി അതായത് ഇവിടെ ആളില്ലാണ്ടല്ല, അവളുടെ ഉമ്മ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് കടയുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പോട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇച്ചിരി അടിപൊളിയായിട്ട്. ഇങ്ങനെ വലിയ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടിക്കകത്തൊക്കെ. അപ്പം നല്ല കറുപ്പിച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടുത്തെന്നെങ്കിൽ ഉണ്ടാക്കിയേക്കാം അല്ലേ. അവൾ കിടന്ന് തുടങ്ങട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, നേരെ ഉണ്ടാക്കുന്നതിലോട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ എടുത്ത് പോട്ടിയുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില ഇപ്പം മരത്തിന്ന് കുറച്ചാണ്. അതേപോലെ ചുമന്ന ഉള്ളിയും നല്ല ഉണ്ട മുളകും എടുത്തിട്ടുണ്ട്. ചുമന്ന ഉള്ളി സവാളയും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 3 തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കുക്കർ, ഇതേണ്ട ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇരുമ്പിൻ്റെ കിടുക്കൻ ചട്ടി. ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോട്ടിയൊന്ന് ആദ്യം വേവിക്കണം. കഴുകി സെറ്റാക്കി വെച്ചിരിക്കും. ഇനി പോട്ടിയൊന്ന് കുക്കറിനകത്തിട്ടിട്ട് വേവിക്കാം. ഇത് കുക്കർ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോട്ടി ഇട്ട് കൊടുക്കാം. പോട്ടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് കുറച്ച് ഉപ്പിടുകയാണ്. അതിനകത്ത് ഉപ്പിട്ടിട്ട് വേവിക്കാനുള്ള പരിപാടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വെള്ളമൊന്നും ഒഴിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മടുപ്പാക്കും. അപ്പം നേരെ കുക്കർ മൂടിയിട്ടിട്ട് നേരെ അടുപ്പിലോട്ട് വെക്കുക. കത്തിച്ചിട്ടുണ്ട്. ഞാൻ ചട്ടി എടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ നടുക്കിരുന്നതാണ്. അപ്പോൾ ഈ ചട്ടിയും കൂടെ വെക്കുന്നുള്ളൂ, കുക്കറും ഇതും കൂടി ഇരിക്കുന്നില്ല. അപ്പം ഞാൻ നേരെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുക്കർ. ഇനി ഇതിവിടെ നല്ല രീതിയിൽ കിടന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പരിപാടിയുണ്ട്. ഈ ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഈ ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ സവാള ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഈ സവാളക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും, നല്ലപോലെ വാടി കിട്ടും. നല്ലതുപോലെ ഇളക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ കറപ്പിച്ചെടുക്കണം. ചിലപ്പോൾ ഈ വീഡിയോക്കകത്ത് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്ക് കൈ ഫോൺ പിടിച്ചിട്ട് എടുക്കുകയാണ്. അവൾ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഇത് കാണിച്ചു തരാം. അവൾ കിടന്ന് ഉറങ്ങുന്നത് കിടപ്പത് വേണം. കിടന്ന് ഉറങ്ങിക്കോട്ടെ, നമുക്കിവിടെ പരിപാടി ചെയ്യാം. സെറ്റാട്ടെ. ഈ സവാള ഒന്ന് മാറട്ടെ. ഒരു 3-4 വിസിലെങ്കിലും അടിക്കണം. എന്നാലേ പോട്ടി എന്ന് പറയുന്നത് നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ നല്ലതുപോലെ കിടന്ന് വേവട്ടെ. അപ്പോൾ അത് സവാള നല്ലതുപോലെ വാടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുക. ഒറ്റക്കൈ ഫോം പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അടുത്തിടുമ്പോൾ കാണിച്ചു തരാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടെ ചേർക്കട്ടെ. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 2-3 വിസിലൊക്കെ അടിച്ച് അപ്പോൾ ഞാൻ ഓഫ് ചെയ്തേക്കാൻ പോകുക. എന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെറ്റാക്കാം. ഒന്ന് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ കഴിച്ച് തുറന്നിട്ടുണ്ട്. വെന്താന്ന് പറഞ്ഞോളാം. ഇനി വെന്താന്ന് നോക്കണം.
അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. ഇതെന്താ റബ്ബർ കഷ്ണം വെന്തിട്ടില്ല, ഒന്നും കൂടി 2-3 അടിയും കൂടി അടിക്കാം. ഓക്കെ, അപ്പോൾ ദേ ഗൈസ്, നമ്മൾ രണ്ടാമത് വീണ്ടും കുക്കർ അടുപ്പത്തോട്ട് കയറ്റിയിരിക്കുകയാണ്. സവാള ഇവിടെ സെറ്റായിട്ട് നല്ല രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ തക്കാളി എടുത്തിടുക. നല്ല രീതിയിൽ അതിനകത്ത് കിടന്ന് സെറ്റാണ്. ആ പച്ച ചോപ്പൊന്നും നമുക്ക് കാണരുത്. പച്ചമുളകിനെ ഇട്ടിട്ടില്ല, നേരത്തെ സവാള അരിഞ്ഞ കൂട്ടത്തിൽ 2 പച്ചമുളക് ഉണ്ടായിരുന്നു, അതാണ് അതിൽ കിടക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഇടക്കൊന്നും ഇട്ടില്ല, തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ, എന്നിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയ ആൾ എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഉറങ്ങിയ ആൾ എണീറ്റിരിക്കുന്നു. അതെ, ഉറക്കമൊക്കെ കഴിഞ്ഞോ? കണ്ടോ, മുഖമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. ഉറങ്ങി ചത്തിട്ട് കളഞ്ഞ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇനിയപ്പോൾ വീഡിയോ ഇനി അടിപൊളിയായിട്ട് എടുക്കാം. വീഡിയോ എടുത്തോ? വീഡിയോ എടുത്തോണ്ടിരിക്കുമോ? അപ്പോൾ അത് ആളുടെ കൊടുക്കാം ഫോൺ വീഡിയോ എടുക്കാനായിട്ട്. ഓക്കെ, കുക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. അപ്പോൾ നമ്മുടെ പോട്ടിയെ നീ ഫോൺ പിടിച്ചെടുത്തേ. ഇനി വീഡിയോ അടിപൊളിയായിട്ട് കിട്ടും. ഇനിയുള്ള വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയെന്നായിരുന്നു. ഞാൻ ഒറ്റക്ക് പിടിച്ചെടുത്തിട്ടേ നടക്കുന്നില്ല, കിട്ടുന്നില്ല. വരട്ടി എടുക്കുവാന് ഞാനത് നീ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഒരു 10 വിസിലൊക്കെ അടിച്ച്, ഭയങ്കര ആദ്യം ഒരു 5-6 അടിച്ച്, എന്തില്ല. പിന്നെ 2-3 കൂടെ അടിച്ച്. അപ്പോൾ 10 അടുത്തായി. 2-3 കൂടെ അടിച്ചിട്ട് നിർത്തിയേക്കാന്ന് പറഞ്ഞു. കറുപ്പിച്ച് ഇങ്ങനെ നീ പറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ കറുപ്പിച്ച് കൊഴുപ്പിച്ച് വെക്കാൻ നിർത്തും. കാണുന്നവരൊക്കെ ഒന്ന് കൊതിക്കില്ല. കറിവേപ്പില, നമ്മുടെ മരത്തിലെ ഫ്രഷ് കറിവേപ്പിലേക്ക് ഇതിനകത്തോട്ടെ എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് പിടിച്ചിടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പം നീ വന്നാൽ നന്നായി. 2-3 കറിവേപ്പില ഇങ്ങനെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെ മരത്തിലെ കറിവേപ്പില ആയതുകൊണ്ട് സെറ്റ് കിടപ്പായിരിക്കും. ഉണ്ടമുളക് വിടർത്തണ്ട, ഇങ്ങനെ കീറിയിട്ടാണ് പൊളത്തിയിടരുത്. ഇങ്ങനെ നടുകനെ കീറിയിട്ടാണ്. ഭയങ്കര എരിവാണ് സാധനം. അതിനകത്ത് 2 കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ സവാളയുടെ നീരൊക്കെ വറ്റി ആ മതിരിപ്പൊക്കെ മാറി ഇങ്ങനെ ശരിക്കും താഴ്ന്നു വരണം. എന്നിട്ട് അതിനകത്ത് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള ഉണ്ടായിരുന്നു, രണ്ടും കൂടെ എടുക്കുന്നു. ചുമന്നുള്ളി കേട്ടോ കൂടുതൽ ഇട്ടേക്കുന്നു. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഒരു സൈഡിൽ ഒരാളിരുന്ന് പൊളിക്കുക, ഞാൻ റെഡി ആയിട്ട് എന്നെ തുറക്കുന്നു പറഞ്ഞു. ഇല്ല, നീ ഇപ്പം റെഡി ആയിട്ടില്ല, നീ അവിടെ ഇരി. ഞാൻ 2 എടുത്ത് കടിച്ചു പറഞ്ഞപ്പോൾ റബ്ബർ കഷ്ണങ്ങളൊക്കെ അതുണ്ടോ, അത് സെറ്റ് ആക്കി. ഇതുണ്ടോ മട്ടൻ്റെ ബ്രെയിൻ്റെ അത് ഞാൻ വീഡിയോയിൽ എടുക്കില്ലായിരുന്നു. ഇല്ല, അത് സമയമില്ലായിരുന്നു. മട്ടൻ്റെ ബ്രെയിൻ എങ്ങനെയുണ്ടെന്ന് നോക്കി. മട്ടൻ്റെ ബ്രെയിൻ സെറ്റ് ചെയ്തായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല. പോട്ടീനെ മാത്രമേ എടുത്തുള്ളൂ. മട്ടൻ ബ്രെയിനാണ്. അല്ല, അത് ഞാൻ ഒറ്റക്ക് എല്ലാം കൂടെ നടക്കത്തില്ലടി. മട്ടൻ ബ്രെയിൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തീർക്കണമെന്നായിരുന്നു എൻ്റെ പരിപാടി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇനി പൊടികൾ ഇടാം നമുക്ക്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ചീറ്റാവും മഞ്ഞൾപ്പൊടിയൊക്കെ. പിന്നെ ഇടാൻ പോണത് നല്ല മുളക് പൊടി, നല്ല നാടൻ മുളക് പൊടി, കാശ്മീരി 1.5 ടീസ്പൂൺ മതി. എരിവ് കൂടിപ്പോയാലും മതി. മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇച്ചിരി മുങ്ങി നിർത്തിയിട്ടേക്കണം. പിന്നെ ഇടാൻ പോണതെന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാല. പിന്നെയാണ് മെയിൻ ആയിട്ട് ഇടാൻ പോണത് നമ്മുടെ കുരുമുളക് പൊടി. നല്ല പെശാൻ എരിവാ കുരുമുളക് കൂടി ഇട്ടിട്ട്. ഇനി ഈ മസാല ഇതിനി ഇതിനകത്ത് കിടന്ന് ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ സെറ്റാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വിചാരിക്കും പിന്നെ കുക്കിങ്ങും പരിചയം ഉണ്ടാകുന്നു പറഞ്ഞു കൊണ്ടേ. സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിക്കുന്നത് സ്പെഷ്യൽ ഐറ്റംസും ഉണ്ടാക്കും. സ്പെഷ്യലല്ല, എല്ലാം ഉണ്ടാക്കും. എല്ലാത്തിനും ഭയങ്കര കൈപ്പുണ്യമാണ് കേട്ടോ. ഭയങ്കര ഒടുക്കത്തെ കൈപ്പുണ്യമാണ്. ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കാം. എന്ന് വെച്ചാൽ ഞാനൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ലേ. ഒഴിച്ചിട്ടില്ലായിരുന്നോ? ഈ എണ്ണക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഇങ്ങനെ മുഴുത്ത് കറുത്ത് കരിക്കട്ടണൊക്കെ ഇരിക്കും. അങ്ങനെ സെറ്റാക്കി.
കണ്ട ഇപ്പൊ കണ്ട ലെവല് നമ്മളിപ്പോ എവിടെ ഇട്ട സവാളയും തക്കാളിയും കളർ കണ്ട. അതും പ്രത്യേകം ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ വെക്കുന്നെന്ന് പറയുമ്പോൾ സ്പെഷ്യലിന് മാത്രമേ ഈ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റ് അതേ കണക്ക് തന്നെ ഇങ്ങനെ ബീഡിയൊക്കെ പോട്ടിയൊക്കെ നമ്മുടെ മസാല ചെയ്താണ്ടൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കറക്കട്ടെ കറക്കണം. അപ്പൊ അതേ നമ്മുടെ കുക്കറൊന്ന് തുറക്കാം. പതിയെ ഇങ്ങനെ ഫേസിന്റെ അങ്ങോട്ടാക്കല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചിട്ട് വേണം തുറക്കാൻ. അതാകുമ്പോൾ തെറിക്കുമ്പോൾ മുഖത്തോട്ട് തെറിക്കത്തില്ല. സൂപ്പർ വെന്തിട്ടില്ലേ? പൊളിയായിട്ട് വെന്തു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ടൊന്നും കൂടെ നമുക്ക് മൂപ്പിക്കാം. അപ്പോൾ അതെ കുക്കറിൽ നിന്ന് ആ വെള്ളം ഉൾപ്പെടെ നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കണം. ആ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഈ പരിപാടി. ഇതിനകത്തിട്ട് ഇങ്ങനെ വറ്റിക്കണം. കണ്ടോ, ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. ഇങ്ങനെ കിടന്ന് വെന്ത് സെറ്റിൽമെൻ്റ് ആക്കണം നമ്മൾ. അതേ നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. കൂടിപ്പോയാലാണ് പണി, കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ഇടാം. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കുഴയട്ടെ. ഇതിനി വറ്റിച്ചെടുക്കും. ശരി, ഉണ്ടാക്കുമ്പോൾ തൊട്ട് ലോ ഫ്ലെയിമിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സവാള അത്രക്ക് കറുപ്പിച്ച് അതിൻ്റെ മതിരിപ്പ് പോലും കാണരുത്. എന്തുവാന്ന് പോലും അറിയരുത്. അത് കണക്ക് നമ്മൾ സെറ്റാക്കി. പിന്നെ അത് ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ ഇങ്ങനെ കറിവേപ്പില ഇങ്ങനെ തണ്ടോടെയോടെയൊക്കെ. ഇതൊക്കെ എൻ്റെ കലാവിരുതാണ്. ഒരു രസം കണ്ട. ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേഷൻസ് ചെയ്യും. എല്ലാത്തിലും ഉണ്ട് ക്രിയേറ്റിവിറ്റി. നാടൻ സ്റ്റൈൽ പോട്ട് കറി നമുക്ക് തോന്നണം. ശരി കിട്ടിയിരുന്നെങ്കിൽ നല്ലപോലെ കഴിക്കാൻ പറ്റുന്നു. ഇതെൻ്റെ റെസിപ്പിയാണ്. വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്ന പൊടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതുണ്ടാക്കുന്നത് ഞാനല്ല. ഞാൻ പറഞ്ഞു കൈപുണ്യം എന്നൊരു സാധനമുണ്ട്. അതല്ല ഉദ്ദേശിച്ചേ. അത് ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഉണ്ടാക്കുന്ന ആൾക്കാരും അതിനകത്ത് നമ്മുടെ സ്നേഹം ഇടുന്നുണ്ട്. എല്ലാം കൂടെ യോജിക്കുമ്പോഴേ സാധനം നടക്കുന്നത്. അതെ അതെ അതെ, അതാണ് അതിന്റെ ഒരു ഇത്. അതിന്റെ ഒരു ബുട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മള് സ്നേഹം. അത് അതിനകത്ത് ചാലിച്ച് കലർത്തി ഒഴിക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് കണ്ടില്ലേ കുക്കറിന്റെ പോട്ടി തിളപ്പിച്ച വെള്ളത്തിനകത്ത് ചാലിച്ച് അതിനകത്ത് നിങ്ങൾ കാണാണ്ട് കുറച്ച് സ്നേഹവും കൂടെ ആഡ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എന്ത് കാണിച്ചാലും അതിന് ഒരു അളവുകളൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ വാരി ഇടുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇന്ന അളവിലേ അത് ആഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ വലിച്ചാരിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുളമായിപ്പോ. ഇന്നലെ ചെഫ് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഷെഫായിട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കും. അതെ, ഇന്നലെ ഷെഫ് ഡേ ആയിരുന്നു. ലോകത്തിലെ മെയിൻ ആയിട്ടുള്ള നമ്മളെ പോലുള്ള ഷെഫുകളുടെ ഡേ, ഷെഫ് ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെന്തായാലും അതിനുള്ള ഭാഗ്യം കിട്ടി ഉണ്ടാക്കാനുള്ള. അപ്പൊ ഇതേ നമ്മുടെ പോട്ടി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടെ വെച്ചാൽ ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഒരു കറിവേപ്പില തണ്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. എണ്ണയും കൂടെ നമ്മളിങ്ങനെ തൂക്കി കൊടുക്കണം. ഫ്രഷ് ഒരു മണം കിട്ടാറുണ്ട്. വേറൊരു കാര്യം പറയാം, ഇതിനകത്ത് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ വേറൊരു സത്യം ഞാൻ ഇങ്ങോട്ട് പറയാം, തേങ്ങ ഇല്ലാണ്ടായി. തേങ്ങ ഉണ്ടായിരുന്നെങ്കിൽ തേങ്ങ വേറെ ലെവലാണ്. തേങ്ങ ഉണ്ടായിരുന്നു. അത് മറ്റേ ഇതിനിട്ട് ബ്രെയിനകത്തോട്ട് ഇട്ടേ. എന്ത് ഇത് കണ്ടത്? ഇതിനകത്ത് നിന്ന് ഒരു പീസ് നമുക്ക് എടുക്കാം. എന്താ മോനെ, ഒരിക്കലും ഇങ്ങോട്ട് ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയോണ്ട് അറിയില്ല. അത് അറിയാലോ. പിന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. ആ മസാലയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പോലും വിചാരിച്ചില്ല ഇതേ കണക്ക് കിടും മസാലയായിട്ട് കിട്ടും. വേണ്ട, കുറച്ച് ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നല്ലോ. കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കുമ്പോൾ ഇതാണ്. പക്ഷേ
അതെ അപ്പൊ എന്തായാലും കഴിക്കാം. നമുക്ക് നേരെ കഴിക്കാം. ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി എന്തൊക്കെയാ കഴിക്കാനുണ്ടാക്കിയിരിക്കുന്നതും കൂടെ കാണിച്ചിട്ട് നേരെ കഴിക്കാൻ പോകും. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഗൃഹനാഥയായിട്ടുണ്ട്. നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ വിളമ്പാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചോറ്. ഇനി അടുത്ത ഐറ്റം കൊണ്ടുവരട്ടെ. എന്തൊക്കെയാ ഇത്? നമ്മുടെ മട്ടൺ ബ്രെയിൻ, മോര് കറി. അടുത്ത ഐറ്റം എടുത്തുകൊണ്ട് വരൂ. അപ്പോൾ നമുക്കിവിടെ കഴിക്കാനായിട്ട് ബ്രെയിനും എത്തിയിട്ടുണ്ട്, മോര് എത്തിയിട്ടുണ്ട്, ചോറ് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ മെയിൻ ഐറ്റം വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ മട്ടൺ പോട്ടി, നാരങ്ങ അച്ചാറ്, മട്ടൻ പോട്ടി, മട്ടൻ ബ്രെയിൻ, അത് കണക്ക് തന്നെ മോരാണ്. സെറ്റ് കഴിഞ്ഞ അതിനെല്ലാം ഉണ്ടോ? കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്നതാണ് ശരി. അതേ നമ്മൾ കഴിക്കാൻ വന്നിരിപ്പുണ്ട്. ഇത് ചോറ് എല്ലാം വിളമ്പാൻ പോവാണ്. ക്ഷമയില്ല കേട്ടോ, ഇത്തിരി ഫാസ്റ്റ് ആയിരിക്കുവേ. നമ്മുടെ മട്ടൻ പോട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എടുത്തിട്ടുണ്ട്. മട്ടൻ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തേ, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോട്ടി മാത്രമായിട്ട് ആക്കിയതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നീ വന്നത് മോര് കറി, അതേപോലെ തന്നെ നമ്മുടെ അച്ചാർ, നാരങ്ങ ഈന്തപ്പഴം കൂടെ അച്ചാറിട്ടതാണ്. അതുണ്ട്. കഴിച്ച് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു കാണിക്കുക. എല്ലാവരും കാണാം. സൂപ്പർ മോരാണ് കേട്ടോ. മോര് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ വെച്ച് കുറച്ച് നമ്മുടെ ഇത് ബ്രെയിൻ ഇതെല്ലാം കൂടി ഇട്ട് പെരട്ടി. ആഹാ, വെരി നൈസ്. ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. സൂപ്പർ. എന്ത് ടേസ്റ്റാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേട്ടാ. സൂപ്പർ, ഒരു രക്ഷയില്ല. ഇതിന്റെ കിടപ്പുണ്ടായില്ല, നല്ല കിടപ്പാണ്. നല്ല അലുവ പോലെ ഇരിക്കുന്നു. പറയാൻ വാക്കുകളില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ നൈസായിട്ട് അവസാനിപ്പിക്കണം. അതിന് മുന്നേ ഞാനും കൂടെ കഴിക്കുന്നതാണ് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ TV ഒക്കെ കിട്ടും. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോപ്പിറൈറ്റ് ഒക്കെ വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കണം. എന്നാലേ നമുക്ക് ഇതേപോലെയുള്ള അടിപൊളി വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം ഞാനും കൂടെ ഒന്ന് കഴിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കും. എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പെഷ്യൽ കഴിക്കലൊക്കെയാണ്, അറിയാലോ. എനിക്കിങ്ങനെ വിവൃദ്ധമായ സാധനങ്ങളൊക്കെ വേണം. കുറച്ച് മോര്, കുറച്ച് മോര്, കുറേ മോര്. എന്നിട്ട് ഞാൻ നേരെ നമ്മളിത് മാത്രമല്ല ലീവ് എടുക്കുവേ. ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടി ഇച്ചിരി സ്റ്റാൻഡേർഡ്. ഇനി ചട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. ഇതും തല പാവം, അതിൻ്റെ തല നമ്മളെടുത്ത് അച്ചാറ്. അപ്പം ഞാൻ ചെയ്യാൻ പോണത് ഇതാണ്. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. മോരുമായിട്ട് ഇങ്ങനെ കുഴക്കുന്നുണ്ട്. കുഴച്ചിട്ടാണ് ഇങ്ങനെ നീ കഴിച്ചതുപോലെയല്ല, ഞാൻ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ വേറെ ലെവല്ല. ഇങ്ങനെ കുഴച്ചിട്ട് ഇച്ചിരി ഇങ്ങനെ ബ്രെയിൻ എടുത്തിട്ട് ഇങ്ങനെ അപ്പം അതിൻ്റെ പുറകിലോട്ട് ഇത് കുറച്ച് പ്രോട്ടീൻ എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ കുഴക്കും. ഇങ്ങനെ കുഴക്കണം. ഇങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നാരങ്ങയുടെ ഒരു തൊണ്ട്. എനിക്ക് നാരങ്ങാത്തൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പോട്ടിയുടെ ഒരു പീസ് എന്തായാലും കയ്യിൽ പിടിക്കണം. അത് കണക്ക് തന്നെ നാരങ്ങാത്തൊണ്ടും അത് കണക്ക് തന്നെ ബ്രെയിനിൻ്റെ ഒരു ഇതും കൂടെ ഇതിങ്ങനെ ഇടണം. ഒരു ഉരുളയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാപ്പാട്ട് രാമനങ്ങളൊക്കെ ഒരു ഉരുള എടുത്തിട്ടിങ്ങനെ നല്ല എരിവുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ബേബി ആ ടേസ്റ്റ് കൊണ്ടാണ് നമുക്കതും തുള്ളി കളിക്കുന്നത്. ആ മസാല ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഇപ്പം ഇതാലാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഒന്നും വിചാരിക്കരുത്, നമ്മൾ പെട്ടെന്നുള്ളൊരു സെറ്റപ്പായി പോയി. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.